ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്നൊരു കുറുമക്കറിയുടെ റെസിപ്പി നോക്കിയാലോ. നല്ല തിക്ക് ഗ്രേവിയോട് കൂടി അടിപൊളി ഒരു കുറുമക്കറിയാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള കഷ്ണം, ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് കഷ്ണങ്ങളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കുറുമക്കറിയാണ്. നമ്മളെപ്പോഴും ചെയ്യുന്ന കുറുമക്കറിയായിട്ട് കുറച്ചൊരു വ്യത്യാസം, കുറച്ചൊക്കെ ഒരു ഇൻഗ്രീഡിയൻസ് മാറ്റം വരുത്തിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കുറുമക്കറിയാണ്. പിന്നെ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നോക്കുക. എന്താ വെച്ചാൽ ഇടയിലൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെ ഒപ്പം കോമ്പിനേഷനാണ്, ചോറിൻ്റെ ഒപ്പം പുട്ടിൻ്റെ ഒപ്പം വരെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് കുറുമക്കറി വയ്ക്കണം തുടങ്ങിയാലോ. അപ്പോൾ നമുക്കിന്ന് ഒരു കുറുമക്കറിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഒരു 2 മീഡിയം സൈസ് ഉള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് കഴുകി നന്നായിട്ടൊന്ന് ചെറുതാക്കി നുറുക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ചെറുതാക്കിയിട്ട് നുറുക്കണം. പിന്നെ ഞാനിവിടെ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3/4 വേവാകുമ്പോൾ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വേവിക്കുമ്പോൾ വല്ലാണ്ട് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസായാലും വേവരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉരുളക്കിഴങ്ങ് ഒക്കെ വേവണ നേരം കൊണ്ട് നമുക്ക് ഇതിൽ സവാളയ്ക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ചെയ്യണത്. നമ്മുടെ നാടൻ കുറുമക്കറിയാണല്ലോ, അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്താൽ മതി. അപ്പം നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തീ സിമ്മായതിന് ശേഷം ഞാനിതിൽ ഏലക്കായ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് മറ്റേ കുരു മാത്രം എടുത്തതാട്ടോ. ഒരു 3 ഏലക്കായ, പിന്നെ ഒരു പീസ് പട്ട, ഒരു 2-3 മറ്റേ കരയാമ്പൂ, പിന്നെ തക്കോല കേട്ടോ. ആ പൂ പോലെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു 3 അല്ലി എടുത്തിട്ടുണ്ട്. അധികം ആവാൻ പാടില്ല കേട്ടോ. അത് ഇതിലിട്ട് കൊടുക്കുക. തീ സിമ്മാക്കിയിട്ട് തന്നെ ഇടുക കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. മസാല കുറുമക്കറി വെക്കുമ്പോൾ മസാലയുടെ മണമൊന്നും അത്ര അധികം ആവാൻ പാടില്ല. അതുകൊണ്ടാണ് ചെറിയൊരു അളവിൽ ഇടാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഞാൻ ഒരു മീഡിയം സൈസുള്ള ഒരു സവാള എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതിലിട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാത്തിൻ്റെയും മണം നോർമലായിട്ട് നിൽക്കാൻ പാടില്ല, ഒന്നിൻ്റെ മണം അങ്ങനെ കൂടി നിൽക്കാൻ പാടില്ല. അങ്ങനെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കറിയാണ് ഈ കുറുമക്കറി. അപ്പോൾ സവാള ഒന്നും അത്ര അധികം ആവണ്ട. പിന്നെ സവാള ഭയങ്കരമായിട്ട് മുരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒന്ന് വാടി വന്നാൽ മതി. ഇതൊന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് വാടട്ടെ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ, രണ്ടും കൂടിയിട്ട് 1 ടീസ്പൂണാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 3 അല്ലി, ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 3, വലുതാണെങ്കിൽ 1 മതി കേട്ടോ. ഒരു ചെറിയ പീസ് ഇഞ്ചിയും, ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കാം. ഇതൊന്ന് വാടണ നേരം കൊണ്ട് നമുക്ക് കുറച്ച് ഇതിലേക്ക് നാളികേരം വേണം. നാളികേരം അരച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതൊന്ന് ചെരുകിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് അപ്പോഴേക്കും ഇവിടെ കിടന്നിട്ടൊന്നും ആവട്ടെ. അപ്പം ഞാൻ ഇവിടെ നാളികേരം ചെരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് കേട്ടോ, കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതിൽ കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇത് 3 കൂടി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. പിന്നെ നമ്മുടെ അടുത്ത് കശകശ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ അണ്ടിപ്പരിപ്പ് ഓൾറെഡി ഇടണതാണല്ലോ, അപ്പോൾ നമ്മുടെ കൊഴുപ്പ് കിട്ടും നമ്മുടെ കറിക്ക്. ഇത് 3 കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം കേട്ടോ. നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം കേട്ടോ. ഒരു തക്കാളി, ചെറിയ തക്കാളി, വലുതാണെങ്കിൽ പകുതി കേട്ടോ. തക്കാളി ഒന്നും അധികം ആവരുത്. ഇതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി തക്കാളി ഒന്ന് വേവട്ടെ കേട്ടോ. ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തക്കാളി വേവാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ തക്കാളി വേവാൻ. നമ്മുടെ തക്കാളിക്കൊന്ന് വെന്തോന്ന് നോക്കാം. ഇപ്പം ഏകദേശമൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത വിധത്തിൽ തക്കാളിയൊക്കെ വെന്തോട് ആയിട്ടുണ്ട് കേട്ടോ, ഒന്ന് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കേട്ടോ.
ഇതിൽ മുളക് പൊടി ഞാൻ ആഡ് ചെയ്യണില്ല. അതിൻ്റെ പകരം ഞാൻ ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് 2 പച്ചമുളകാണ് ഇടുന്നത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അപ്പം ഞാൻ ഇതിൽ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ആഡ് ചെയ്തിട്ടുള്ള. പിന്നെ പച്ചമുളക് കേട്ടോ, 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. അതൊന്ന് മല്ലിപ്പൊടി ഒന്നും കൂടരുത് കേട്ടോ, ഒരു ചെറിയൊരു മണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ആ വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ, പച്ചക്കുത്തൊക്കെ ഒന്ന് പോട്ടെ കേട്ടോ. മല്ലിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ പച്ചക്കുത്ത് പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് മാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് കഷ്ണങ്ങളും വേണമെങ്കിൽ കുറുമക്കറിയിൽ ആഡ് ചെയ്യാം. ക്യാരറ്റാ, ബീൻസാ, കോളിഫ്ലവറാ, എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും മാത്രം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും അധികം വേവാൻ പാടില്ല. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക, നന്നായി ഇളക്കണം കേട്ടോ. ഇതിൽ ഈ ഗ്രേവിയിൽ കിടന്നിട്ട് വേണം ബാക്കി ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് വെന്ത് വരാൻ. അപ്പോൾ ഒരു വിസിലടിച്ചപ്പോൾ എൻ്റെ കുക്കറിൽ ഒരു വിസിലുകൊണ്ട് ഇത് വേവും. ആ ഒരു വിസിലടിച്ചതിന് ശേഷം ഞാനത് ഗ്യാസ് ഇങ്ങനെ അതിൻ്റെ വെയിറ്റ് പോകാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആവി പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആവി കളഞ്ഞു, എന്നിട്ട് എടുത്തത്. അപ്പോൾ പെട്ടെന്ന് ഭയങ്കരമായിട്ട് വേവില്ല. ഇതിൽ കുറച്ച് നേരം ഒന്ന് കിടന്നത് തിളക്കിട്ടേട്ടാ. നമ്മുടെ ആ ഗ്രേവിയിൽ കിടുന്ന സവാളയുടെ കൂട്ടുണ്ടല്ലോ, അതിൽ കിടുന്നൊന്ന് തിളയ്ക്കണം. അപ്പോൾ ആ ഗ്രേവിയിൽ കിടുന്ന നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരവും അണ്ടിപ്പരിപ്പും പിന്നെന്താ പെരിഞ്ചീരകം ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കണം. മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നാളികേരം ഭയങ്കര പേസ്റ്റ് പോലെ അരയേണ്ട ആവശ്യമില്ല കേട്ടോ. ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ഇതിന് അരയ്ക്കണ പോലെ, മോരുകറിക്ക് അരയ്ക്കണ പോലെ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചൊന്ന് ഒഴിക്കട്ടെ. ഞാനിപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ആ ജാറിൽ എന്തായാലും ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കില്ല. അപ്പോൾ അധികം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിൽ കിടന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് ആ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസിലേക്കൊക്കെ ചാറിൻ്റെ ഗ്രേവിയുടെ ഇത് പിടിക്കണം. അപ്പം നന്നായി ഒന്ന് തിളക്കട്ടെ കേട്ടോ. അടച്ച് വെച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല, തുറന്ന് തന്നെ വെച്ച് തിളപ്പിച്ചാൽ മതി. പിന്നെ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് കുറവാണ്, ഞാൻ ഇത്തിരി ഉപ്പിട്ടിട്ട് ഞാൻ ഗ്രീൻ പീസ് വേവിക്കുന്നതിലും ഉരുളക്കിഴങ്ങ് വേവിക്കുന്നതിലാണ് ഉപ്പിട്ടത്. അപ്പോൾ ഇത്തിരി ഉപ്പ് കുറവ്, ഞാൻ ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. ഞാൻ ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കണം കേട്ടോ. നന്നായി ഇളക്കിയിട്ടുണ്ട്. നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം കേട്ടോ. അത് ഉരുളക്കിഴങ്ങ് കറിയും ഗ്രീൻ പീസ് കറിയൊക്കെ വയ്ക്കുമ്പോൾ ഒരു ഇത്തിരി ഇങ്ങനെ വെള്ളത്തോട് കൂടി എടുക്കുക നല്ലത്. അപ്പോൾ ചൂടാറി വരുമ്പോൾ കറക്റ്റാവും. ഞാനിപ്പോൾ അത് മക്കൾ വരുമ്പോഴേക്കും ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എടുക്കാനാണ്. പിന്നെ ഇതിൽ ലാസ്റ്റായിട്ട് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഞാൻ ഇപ്പോൾ മല്ലിയില ആഡ് ചെയ്യണില്ല. കുറച്ച് ഗരം മസാലപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ, അധികം ആവരുത്. മല്ലിയില താല്പര്യം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യട്ടെ. പക്ഷേ ഓൾറെഡി ഇത് നമ്മൾ പെരിഞ്ചീരകവും ഒക്കെ ഇട്ടിട്ടുള്ളതായ കാരണം പിന്നെ ആ ഒരു ടേസ്റ്റ് നിൽക്കുകയാണ് നല്ലത്. എനിക്കതാണ് ഇഷ്ടം. ഇനി മല്ലിയില വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഒരു ടേസ്റ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇത് മതിയെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയുടെ ഒപ്പം പൂരിയുടെ ഒപ്പം നൂലപ്പത്തിൻ്റെ ഒപ്പം ഒക്കെ നല്ല കോമ്പിനേഷനാട്ടോ. ഈ പറഞ്ഞ പോലെ പുട്ടിൻ്റെ ഒപ്പം വരെ നല്ല കോമ്പിനേഷനായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. പിന്നെ പറഞ്ഞ പോലെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒന്നിന് ടേസ്റ്റ് കൂടി നിൽക്കരുത് ഈ കറിയിൽ. സവാള കൂടിയാലും വലിയ കുഴപ്പമില്ല. പക്ഷേ തക്കാളി പിന്നെ അതേപോലെ നമ്മൾ ആഡ് ചെയ്യണം ഗരം മസാല ഉണ്ടല്ലോ ഫസ്റ്റ് മുഴുവനോടെ ഉള്ളത്, അതിൻ്റെ ഒന്നും കുത്ത് അധികം ആവാൻ പാടില്ല. ഒരു ചെറിയൊരു മണം മാത്രമേ പാടുള്ളൂ കേട്ടോ. അതിൻ്റെയൊക്കെ മണം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറും, ഈ കുറുമക്കറിയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ പിന്നെ അതേപോലെ ഏതൊക്കെ നമ്മുടെ അടുത്ത് ഇപ്പോൾ ക്യാരറ്റാ ബീൻസാ കോളിഫ്ലവർ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, അതൊക്കെ ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങൊന്നും ഇവിടെ ആഡ് ചെയ്യണം, മീൻസ് ക്യാരറ്റൊന്നും വലിയ ഇഷ്ടമൊന്നും ഇല്ല, അത് കാരണം ഞാൻ ആഡ് ചെയ്യാണ്ടിരുന്നത്.
ഉരുളക്കിഴങ്ങ് ഗ്രീൻ പീസ് തന്നെ ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ ഒരു ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഗ്രീൻ പീസ് കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഒരു 1/4 ഗ്ലാസ് ഗ്രീൻ പീസ് ആയിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ എനിക്ക് വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ വൈകുന്നേരത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. പിന്നെ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ചപ്പാത്തി. ഇപ്പം ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ചപ്പാത്തിയുടെ ഒപ്പമാണ്. ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണം, മക്കളൊക്കെ വരാറായി തുടങ്ങി. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.